ദിക്ർ ലാ മൗജൂദ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണം, മനസ്സിലാക്കണം, നിശ്ചയമായും കാര്യം അല്ലാഹയല്ലാതെ ആരാധ്യനില്ലെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് സൂഫി പറഞ്ഞപ്പോഴെന്തായി? ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതൊന്നുമില്ല, എല്ലാം അല്ലാഹയാണ്, എല്ലാം അല്ലാഹയാണ്, എല്ലാം അല്ലാഹയാണ്. അല്ലാഹുവാണ്. അല്ലാഹുവിൽ വിലയം പ്രാപിച്ചാൽ അങ്ങനെയാണ് നാം. അല്ലാഹുവിൽ വിലയം പ്രാപിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ആ വിലയം പ്രാപിച്ച മനുഷ്യൻ അവനാണ് ഇൻസാനുൽ കാമിൽ, പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ വിലയം പ്രാപിച്ചവനാണ് പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രത്യേകതകൾ ആ മനുഷ്യനുണ്ടാകുമെന്നാണ്. ആ പ്രത്യേകതകൾ ഉണ്ടാകുമെന്നാണ് ഇൻസാനുൽ കാമിലിന്. ആ പ്രത്യേകതകൾ ആവാഹിക്കാൻ കഴിയുമെന്നാണ്. കാരണം അള്ളാഹുവിൽ വിലയം പ്രാപിച്ചവനാണ്. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളതിനോട് അവൻ പറയുക, കുമ്പി ഇതിനി, എന്റെ അനുമതി പ്രകാരം എണീക്ക്, എന്റെ അനുമതി പ്രകാരം എണീക്ക്, എന്റെ അനുമതി പ്രകാരം എണീക്ക് എന്ന് പറയാവുന്ന ആ ക്വാളിറ്റിയിലേക്ക് ആ മനുഷ്യൻ ഉയരുമെന്നാണ്. ഈ ചിന്താഗതി സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നു. അത് പ്രചരിക്കാൻ തുടങ്ങി. അത് വ്യത്യസ്തങ്ങളായ തരീഖത്ത് പ്രസ്ഥാനങ്ങളായി സമൂഹത്തിൽ ഉടലെടുത്തു എന്ന് മാത്രമല്ല, ഓരോ തരീഖത്തുകളും അവരുടേതായ ചിന്താഗതികൾ, ആ ചിന്താഗതികൾക്ക് പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു ശൈഖ് ഉണ്ടായി, ഇൻസാനുൽ കാമിലായി, അയാളുടെ മുന്നിൽ അതേ സ്വീകരിക്കുവാൻ വേണ്ടി, അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ വേണ്ടി ഒരു മുരീദ് എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാ. നിങ്ങൾ നോക്കൂ, ചിസ്തികൾ എന്ന് പറയുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തലമുണ്ടനം ചെയ്യണം, മുട്ടയടിക്കണം, തലമുണ്ടനം ചെയ്യണം, തലയിലെ മുടികൾ നീക്കണം. ഇസ്ലാമിൽ ഹജ്ജുമായി ഉംറയുമായി ബന്ധപ്പെട്ട ഒരു കർമ്മം, ആ കർമ്മത്തിന്റെ ഭാഗമായി അതിൽ നിന്ന് തഹലീലാകാൻ വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത നിലക്ക് തലമുണ്ടനം ചെയ്യുക എന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിരോധമുള്ള കാര്യമാണ്. എന്നാൽ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഈ ശൈഖിന്റെ മുരീദാകാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിഷ്യത്വം സ്വീകരിക്കുന്നവരുടെ തലമുണ്ടനം ചെയ്യുന്ന പതിവ് മഹലൂക്ക് ഖർദൻ ചിസ്തികൾക്കുണ്ടായിരുന്നു. പേരതാണ് മഹലൂക്ക് ഖർദൻ. സർവസ്വവും ദൈവത്തിൽ സമർപ്പിക്കാൻ സന്നദ്ധനാണെന്നതിനുള്ള ബാഹ്യപ്രകടനമാണിത്. അപ്പൊ ഒരു മുരീദ് ചെന്നാൽ ആദ്യം തലമുട്ടയടിക്കണമെന്നാണ്. ശേഷം കിഴക്കോട്ട് മുഖം തിരിച്ച് പായിലോ വിരിപ്പിലോ ഇരിക്കും. ശിഷ്യത്വം ആഗ്രഹിക്കുന്നയാൾ അഥവാ മുരീദ് ശൈഖിന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് മുഖമായി ഇരിക്കും. എന്നിട്ട് ഇരുവരുടെയും പെരുവിരൽ തൊട്ടിരിക്കും വിധം ശൈഖ് ശിഷ്യന്റെ വലതുകരം പിടിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ ശൈഖ് തന്റെ മേൽമുണ്ട് നീട്ടും. അതിന്റെ ഒരറ്റത്ത് ശൈഖും മറ്റേ അറ്റത്ത് ശിഷ്യയും പിടിക്കും. വേറെ ചില ആളുകൾ ഡയറക്റ്റ് ആണെന്നാ. ഇനി അതല്ല, ഡയറക്റ്റ് അല്ലെങ്കിൽ ഈ രൂപത്തിൽ തുണി പിടിക്കലാണ്. പ്രതിജ്ഞാകർമ്മത്തിന് ശിഷ്യൻ ശൈഖിന്റെ മുമ്പിൽ ചില വസ്തുക്കൾ കാഴ്ചവെക്കുന്ന പതിവുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വയത്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശൈഖിന്റെ മുന്നിൽ ചില വസ്തുക്കൾ കാഴ്ചവെക്കണം. എന്തൊക്കെയാ കാഴ്ചവെക്കുന്നത്? ഒരു സ്യൂട്ട് വസ്ത്രം, ഒരു സ്യൂട്ട് വസ്ത്രം ഏതുമാകാം, ഒരു സ്യൂട്ട് വസ്ത്രം, മാത്രമല്ല പണം, മലര്, മധുരപലഹാരം, ചന്ദനം, പുഷ്പങ്ങൾ, കുന്തിരിക്കം തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രതിജ്ഞയുടെ അഥവാ ബൈഅത്തിന്റെ ആദ്യപടിയായ ശിഷ്യൻ ദൈവത്തോട് പ്രായശ്ചിത്തം തേടുന്ന പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ നിശ്ചിത പ്രാവശ്യം ആവർത്തിക്കണം. പിന്നെ പ്രത്യേക ഖുർആൻ വചനങ്ങൾ ഉരുവിടുന്നു. എന്നിട്ടാണ് പ്രതിജ്ഞ. അതിൽ മുരീദ് ഇപ്രകാരം പറയും. ബൈഅത്തിൽ എന്താ പറയേണ്ടത്? അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളെയും തൊട്ട് ഞാൻ ദൈവത്തോട് പ്രായശ്ചിത്തം തേടുന്നു. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും എന്റെ ശൈഖിന്റെയും മുമ്പിൽ വെച്ച് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി ഒരു തെറ്റും ചെയ്യില്ല. ശേഷം തന്റെ തരീഖത്തിലെ എല്ലാ മുൻഗാമികളുടെയും നാമങ്ങൾ വംശാവലി പ്രകാരം ശൈഖ് ഉരുവിടുന്നു. വംശാവലി പ്രവാചകന്റെ കാലം വരെ നീണ്ടുപോകും. എന്നിട്ട് ശിഷ്യനോട് ചോദിക്കും, ഈ ശൈഖുമാരെ മുഴുവൻ അംഗീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പോൾ അതെ എന്ന് ശിഷ്യൻ പറയും. അതെ, ഇന്ന വ്യക്തിയെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നത് പോലെ ശൈഖ് ചോദിക്കണി പറയുന്ന എല്ലാ ശൈഖുമാരെയും സ്വീകരിക്കാൻ സമ്മതമാണോ? ആ സന്ദർഭത്തിൽ സമ്മതമാണ്. ഈ ശൈഖുമാരെ മുഴുവൻ അംഗീകരിക്കാമെന്ന് അയാൾ പറയും. എന്നിട്ട് ശൈഖ് വീണ്ടും പറയാണ്, എന്നെ വഴികാട്ടിയായി അംഗീകരിക്കാൻ തയ്യാറാണോ? ശിഷ്യൻ അതെ എന്ന് പറയും. അതോടെ പ്രതിജ്ഞ തീരുകയാണ്. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ശൈഖ് ഒരു ഗ്ലാസ് മധുരപാനീയം എടുത്ത് അതിൽ ഖുർആൻ വചനങ്ങൾ ജപിച്ച ശേഷം അല്പം സ്വയം കുടിക്കുകയും ബാക്കിയുള്ളത് ശിഷ്യന് നൽകുകയും ചെയ്യും. ശിഷ്യൻ അത്യാദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ഗ്ലാസ് വാങ്ങി പാനീയം മുഴുവൻ കുടിക്കും. ശേഷം നന്ദി സൂചകമായി ശൈഖും ശിഷ്യനും നിസ്കാരം നിർവഹിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾ
ആ ചടങ്ങുകൾ ഈ രൂപത്തിൽ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ക്രമപ്പെടുത്തിയിട്ട് അങ്ങനെ തന്റെ തരീഖത്തിൽ ചേരുന്നയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ തന്റെ അടിമയാക്കി മാറ്റുക എന്ന പ്രവർത്തനമാണ് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഈ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ വ്യത്യസ്ത ചിന്താഗതികളുമായി കടന്നു വന്നു. ആ ചിന്താഗതികൾ മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. യഥാർത്ഥമാകട്ടെ ഒരിക്കലും ഇസ്ലാമിക സമൂഹം പറഞ്ഞതോ പഠിപ്പിച്ചതോ പ്രവാചകന്മാർ സമൂഹത്തിന് കൈമാറിയതോ ആയിരുന്നില്ല. അതരങ്ങളെ സമൂഹത്തെ ബാധിച്ച അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ചിന്താഗതിയെ അരക്കെട്ടുറപ്പിക്കുവാൻ വേണ്ടി വാദഗതികളുമായി കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും ഈ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കേണ്ടി വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, ആ സഹാബത്ത് ഒരു വിഷയത്തെ കണ്ടതുപോലെ കാണാൻ ഇവർക്ക് കഴിയുന്നില്ല. ഒരു ഖബർസ്ഥാൻ കണ്ടാൽ, ഒരു മഹാന്റെ ഖബർ കണ്ടാൽ ആ ഖബറിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഇരക്കുകയാണ്, തങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയാണ്. വെറുതെയല്ല, ഒരു പണ്ഡിതൻ തന്നെ പറയുന്നത് കേട്ടുകൊള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഫത്വ കമ്മിറ്റി അംഗവും അഭിനന്ദനായ ഉസ്താദുമായ MT അബ്ദുള്ള മുസ്ലിയാർ പറയുന്നു, ഷെയ്ഖുന ശംസുലമയുടെ കൂടെ അദ്ദേഹം ഒരിക്കൽ സിയാറത്തിന് പോയി മുത്തുപ്പേട്ട ദാവൂദ് വലിയുള്ള തങ്ങൾ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ. മഹാനായ ശംസുലമയും MT ഉസ്താദും സലാം പറഞ്ഞ് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് ശംസുലമ തന്റെ ബാഗ് തുറക്കുന്നു. ബാഗ് തുറന്നിട്ട് അതിൽ വൃത്തിയായി തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയ താൻ രചിച്ച ഒരു അറബി കവിത അത് വൃത്തിയായി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പുറത്തെടുത്തിട്ട് വന്യരായ ശംസുലമ ദാവൂദ് വലിയുള്ള തങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് വിനയാന്വിതനായി ഭക്തിപൂർവ്വം അത് ചൊല്ലുന്നു. ചൊല്ലിയിട്ട് ആ മഖാമിന്റെ ഭിത്തിയിൽ അത് കൊളുത്തി തൂക്കി സലാം പറഞ്ഞ് തിരിച്ചു പോരുന്നു. എന്താണ് ആ കവിതയിലുള്ളത്? അതിന് തുടക്കം തന്നെ ഇങ്ങനെയാണ്: യാ ശൈഖനായ ശൈഖ ദാവൂദ് ദൽ അലിയിൽ അക്രമി, യാ ശൈഖനായ ശൈഖ ദാവൂദ് ദൽ അലിയിൽ അഅ്ലമി, നഹ്നു മിൻകും ത്വാലിബൂന നഹ്നു ഫീകും റാഗിബൂൻ, നഹ്നു ഫീകും ആശിഖൂന, നഹ്നു ഹഖ്ഖൻ ഹാദിറൂൻ. അല്ലയോ ദാവൂദ് വലിയുള്ള തങ്ങൾ അവരുകളെ, അങ്ങയിൽ നിന്ന് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ്, ആഗ്രഹത്തോടുകൂടിയാണ്, സഹായം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വിനീതൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ എന്താ പറയുന്നത്? ഖബറിന്റെ സമീപത്ത്, ദാവൂദ് വലിയുടെ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് പറയാണ്. എന്താ പറയുന്നത്? യാ ശൈഖനാ യാ ശൈഖ ദാവൂദ് അൽ അലിയിൽ അക്രമി, യാ ശൈഖനാ യാ ശൈഖ ദാവൂദ് അൽ അലിയിൽ അഅ്ലമി, നഹ്നു മിൻകും ത്വാലിബൂന നഹ്നു ഫീകും റാഗിബൂൻ, നഹ്നു ഫീകും ആശിഖൂന, നഹ്നു ഹഖ്ഖൻ ഹാദിറൂൻ. ഓ ദാവൂദ് വലിയോരെ, നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളോട് തേടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളിൽ കൊതിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഹാജരായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കണമെന്ന് ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയോട് ഇരക്കുകയാണ്. ഖബറാളിക്ക് വേണ്ടി റബ്ബിനോട് ഇരക്കുകയല്ല, നേരെ മറിച്ച് ഖബറാളിയോട് തേടുകയാണ്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം, പ്രവാചകൻ പഠിപ്പിച്ച മാർഗം, പ്രവാചകന്റെ സഹാബത്ത്, ആ സഹാബത്ത് പഠിപ്പിച്ച മാർഗം ഇതാണോ? അവരെന്തേ ഖബർ കണ്ടില്ലേ? അവർ മഹത്തുക്കളുടെ ഖബറിന്റെ സമീപത്ത് പോയില്ലേ? പോയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? അതേ മഹദി ഹാനി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സവിശേഷത തന്നെ പറയുന്നത്, ഇദാ വഖഫ അലാ ഖബറിൻ, ഒരു ഖബറിന്റെ സമീപത്ത് അദ്ദേഹം നിന്നാൽ അവിടെ നിന്നുകൊണ്ട് പാട്ടുപാടുകയല്ല, അവിടെ നിന്നുകൊണ്ട് ഇരക്കുകയല്ല, നേരെ മറിച്ച് ബക്കാ, അദ്ദേഹം പൊട്ടി 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 കരയുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഹത്താ യബുല്ല ലിഹ്യതഹു, നെഞ്ച് വരെ നീണ്ടു കിടക്കുന്ന ദാടിരോമങ്ങൾ കുതിർന്നു പോകുമാറ് അദ്ദേഹം ഇതാ കരയുകയാണ്. ആ സന്ദർഭത്തിൽ ഫഖീല ലഹു, ആളുകൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. എന്താ ചോദിക്കുന്നത്? തദ്കുറുൽ ജന്നത വന്നാർ ഫലാ തബ്കി, അങ്ങയോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ, നരകത്തെ കുറിച്ച് പറഞ്ഞാൽ ഇപ്രകാരം അങ്ങ് കരയില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഖബറിന്റെ സമീപത്ത് വന്ന് നിന്ന് എന്താണ് അങ്ങ് ഇത്രമാത്രം കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മഹാൻ നൽകുന്ന മറുപടി എന്താണെന്നറിയുമോ? ഫഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും പ്രവാചകൻ പറഞ്ഞത് എന്റെ മനസ്സിലുണ്ട്. എന്താണ് ആ പ്രവാചകൻ പറഞ്ഞതെന്നറിയുമോ? അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള കവാടങ്ങളിൽ ആദ്യത്തെ കവാടമാണ്. ഫയൻജു മിൻഹു ഫമാ
ബഅദഹു ഐസറു മിൻഹു വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ. ആരെങ്കിലും ഈ ഖബറിൽ വിജയിച്ചാൽ പിന്നെ അവനങ്ങോട്ടുള്ള ബാക്കിയുള്ള വഴികൾ എളുപ്പമാണ്. ആരെങ്കിലും ഈ ഖബറിൽ പരാജയപ്പെട്ടാൽ പിന്നെ അവനങ്ങോട്ടുള്ള ജീവിതം പ്രയാസകരമാണ്. അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥ, ഈ ഖബറിലെ എൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എങ്കിൽ മാന്യ സഹോദരങ്ങളെ, ഈ ഒരു മാനസികാവസ്ഥ ഖബറിന്റെ സമീപത്ത് പോകുന്ന നമുക്കുണ്ടാകുന്നുണ്ടോ? ഈ ഒരു മാനസികാവസ്ഥയാണോ ഖബർ സിയാറത്ത് കൊണ്ട് നമുക്കുണ്ടാകുന്നത്? അല്ല. നമ്മൾ ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാ? ജാറത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാ? ദുനിയാവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, കച്ചവടം നഷ്ടത്തിലാണ്, അപ്പോഴാ ചിന്തിക്കുന്നത് ഇന്ന ജാറത്തിൽ പോകാം. മാല കളഞ്ഞു പോയിട്ടുണ്ട്, അപ്പോഴാ ചിന്തിക്കുന്നത് ഇന്ന ജാറത്തിൽ പോകാം. അതുപോലെ കുട്ടിയില്ല, അപ്പോഴാ ചിന്തിക്കുന്നത് ഇന്ന ജാറത്തിൽ പോകാം. ദുനിയാവിന്റെ പ്രശ്നങ്ങളുമായി ഈ ഖബറുകളുടെ സമീപത്ത് ചെന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ ഈ ശൈഖിനോട് ചോദിക്കാൻ മടിയില്ലാത്തൊരു സമൂഹമായി ഈ സമൂഹം മാറുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന സമസ്ത എന്നതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം സമസ്ത എന്ന സംഘടനയ്ക്കെതിരെ നിലകൊള്ളുന്നത്.